ഹായ് ഫ്രണ്ട്സ്, സുഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇപ്പോൾ എല്ലാവർക്കും തെരുവ് നായ വിഷയമാണല്ലോ കത്തി നിൽക്കുന്നത്. തെരുവ് നായ്ക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വാക്ക് പറയണമെങ്കിൽ അവരെ ചീത്ത വിളിക്കാനായിട്ടും ബോറ് കമൻ്റ് ഇടാനായിട്ടും കാത്തിരിക്കുന്ന മൃഗവിരോധികൾക്ക് വേണ്ടിയിട്ട് ഒരു 2 വാക്ക് ഞാൻ പറയാം. നിങ്ങൾ ഹോരഹോരം വിളിച്ചു പറയുന്നു മൃഗസ്നേഹികൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി പട്ടികളെല്ലാം വളർത്തിക്കൊള്ളണമെന്ന് പറയുന്നു. ശരിയാണ്, ഞങ്ങൾ വളർത്താൻ തയ്യാറാണ്. 5 ഡോഗ്സിൽ കൂടുതൽ ഒരു വീട്ടിൽ സംരക്ഷിക്കുന്ന മൃഗസ്നേഹികൾക്ക് സർക്കാർ ഗ്രാൻഡ് കൊടുക്കണം. കാരണം അവർക്ക് ഫുഡിനും മരുന്നിനും വേണ്ടുന്ന ഗ്രാൻഡ് കൊടുക്കണം. ഒരു പട്ടിക്ക് മാസം 1000 രൂപ വെച്ച് സർക്കാർ ഞങ്ങൾക്ക് ഫണ്ട് തരണം. ഞങ്ങൾ നോക്കിക്കോളാം, എല്ലാ പട്ടികളെയും ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ അതിൻ്റെ ഫണ്ട് തന്നാൽ മതി, ഞങ്ങൾക്ക് ഉറപ്പായി ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി സർക്കാരിനോടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. ഓക്കെ, വെറുതെ കമൻ്റ് ഇട്ടാൽ പോരാ, ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾക്ക് ഒരു പട്ടിക്ക് മാസം 1000 രൂപ വെച്ച് സർക്കാർ ഗ്രാൻഡ് തരാമെങ്കിൽ മൃഗസ്നേഹികളായി ഞങ്ങൾ എല്ലാവരും തെരുവിലെ പട്ടികളെടുത്ത് നോക്കിയിരിക്കും. അത് ഉറപ്പാണ്, 100%. പക്ഷെ നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ ഈ കിടന്ന് വെറുതെ കമൻ്റ് ഇടാതെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഇതിനു വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. ഉറപ്പല്ലേ? നോക്കാൻ ഞങ്ങൾ റെഡിയാണെങ്കിൽ പറയാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. പിന്നെ പട്ടിക്ക് ആഹാരം കൊടുക്കരുത് എന്ന് പറയുന്നവരോട് നമ്മളൊരു കാര്യം പറയുമ്പം ചെയ്യാനുള്ള ഗഡ്സ് ഉണ്ടെങ്കിലേ പറയുള്ളൂ. ഒരു 5 ദിവസം ഈ തെരുവ് പട്ടികൾ അവിടെ നിന്ന് മാറ്റാനും പട്ടികൾക്ക് അനുകൂലമായി സംസാരിക്കുന്നവരെ അകത്താക്കാനും വേണ്ടി സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ ഒരു 5 ദിവസം ഒരു ജലം പോലും കുടിക്കാതെ നിരാഹാരം കിടക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ 5 ദിവസം കിടന്ന് കാണിച്ചാൽ തെരുവിലെ ഒരു പട്ടിക്കും ആഹാരം കൊടുക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കാം. പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കുക. ഓക്കെ. പിന്നെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുകാർക്ക് ഒരു മൃഗസ്നേഹിയാണെങ്കിൽ അവരൊരു മൃഗത്തെ വളർത്തിയാൽ വാടക വീട്ടിൽ പട്ടി പറ്റില്ല എന്ന് പറയുന്ന വീട്ടുടമസ്ഥരുണ്ട്. ഈ ഒരു നിയമം സർക്കാർ പൂർണ്ണമായി എടുത്തു കളയണം. വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് അവർക്കിഷ്ടമുള്ള സ്വന്തം വീട് പോലെയാണ് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അവിടെ പട്ടിയോ പശുവോ വേണ്ടെന്ന് പറയാനും ഓണർക്ക് യാതൊരു അവകാശവും കൊടുക്കുന്ന നിയമം മാറ്റിക്കളയണം. അവർക്ക് പട്ടിയെ വളർത്താനുള്ള ഒരു പട്ടിയെങ്കിലും വളർത്താനുള്ള അവകാശം കൊടുക്കണം. ഏറ്റവും കൂടുതൽ തെരുവിൽ പട്ടികൾ വരുന്നത് വാടകക്കാരുടെ കയ്യിൽ നിന്നാണ്. അവർ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മാറുമ്പോൾ ആ ഉടമസ്ഥന് താല്പര്യമില്ല എങ്കിൽ പട്ടി ഇവിടെ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് മറ്റൊരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് അവർ ആ പട്ടിയെ തെരുവിലേക്ക് വിടും. ദിവസവും എനിക്ക് വരുന്ന കോളുകളിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വീട് മാറി ഒരു പട്ടിയുണ്ട്, അടുത്ത വീട്ടു ഉടമസ്ഥ സമ്മതിക്കുന്നില്ല, അതിനെ ഒന്ന് അഡോപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാണ് ഒരുപാട് കോൾ വരുന്നത്. നാട്ടിലുള്ളവരെ വാടകക്കാരുടെ മൊത്തം പട്ടിയെ എടുത്ത് നമുക്ക് താമസിപ്പിച്ച് ഫുഡും മരുന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ സർക്കാർ ആ നിയമം എടുത്ത് മാറ്റുക, സ്ട്രിക്റ്റായിട്ട് വാടകക്കാർക്ക് പട്ടിയെ വളർത്താനുള്ള നിയമം കൊടുക്കുക വാടക കരാറിൽ. അല്ല എങ്കിൽ ആ വാടകക്കാരുടെ പട്ടിയെ സർക്കാർ ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനമെടുക്കുക. ഇത് രണ്ടും നിയമത്തിൽ കൊണ്ടുവരിക. ഇനി വിദേശത്ത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ വിദേശികൾ നമ്മളെ എല്ലാത്തിനും നമ്മൾ കുറ്റം പറയും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ആഹാരം, നമ്മുടെ വസ്ത്രരീതി, ജീവിത രീതി മുഴുവൻ നമ്മൾ സായിപ്പന്മാരെ കോപ്പി അടിച്ചിരിക്കുകയാണ്. പക്ഷേ സായിപ്പന്മാർക്കുള്ള ഏറ്റവും നല്ല ഗുണങ്ങളായ ചില ഗുണങ്ങൾ മാത്രം മലയാളികൾ കോപ്പി അടിച്ചിട്ടില്ല. അതിലൊന്നാണ് ജന്തു സ്നേഹം. അവരുടെ വീട്ടിൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആ ഗർഭത്തിൻ്റെ തുടക്കം മുതൽ അവരൊരു പപ്പീനെ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടീനെ എടുത്ത് വളർത്തും. എന്തിനാണ്? ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇതിനെ സ്നേഹിച്ച് വളരാൻ വേണ്ടി. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് ആദ്യം അവർ കൊടുക്കുന്ന ടോയ് എന്ന് പറയുന്നത് ജീവനുള്ള ഒരു പട്ടിയെയും പൂച്ചയുമാണ്. എന്തുകൊണ്ട്? ആ കുഞ്ഞൊരു മൃഗസ്നേഹിയായിട്ട് അല്ലെങ്കിൽ ഒരു അനുകമ്പ, ദയ, കാരുണ്യമൊക്കെ ഉള്ളൊരു കുട്ടിയായിട്ട് വളർന്നു വരണം. എങ്കിൽ മാത്രമേ സമൂഹത്തിനും മാതാപിതാക്കൾക്കും ആ കുട്ടിയെ കൊണ്ട് ഗുണമുള്ളൂ. മലയാളികൾ നേരെ തിരിച്ചാണ്. ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ഒരു പട്ടിയോ പൂച്ചയോ വന്നാൽ അതിനെ അടിക്കുന്നതും എടുത്തോട്ടിക്കുന്നതും എടുത്തെറിയുന്നതും കല്ലെറിയുന്നതും ഒക്കെയാണ് ആ കുട്ടി കണ്ടു വളരുന്നത്. അതുകൊണ്ടാണ് മലയാളികൾ ഇത്ര മൃഗവിരോധികളും മനുഷ്യത്വം കെട്ടവരുമായ മനുഷ്യനെ തന്നെ കൊല്ലുന്ന ക്രിമിനലുകളായിട്ട് വളരുന്നത്, കഞ്ചാവും മാഫിയകളായിട്ട് വളരുന്നത്. വിദേശത്തുള്ള കുട്ടികൾ അവരൊരു മൃഗത്തിൻ്റെ കൂടെ അവരൊന്ന് അടുക്കളയിലായിപ്പോയാലും കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ വീട്ടിലെ പട്ടിയും പൂച്ചയുമാണ് ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നത്. കുട്ടി റോഡിലേക്ക് ഇറങ്ങുന്നെങ്കിൽ കുട്ടിയെ തിരിച്ച് കടിച്ചു വലിക്കുന്നത്, കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ വാഹനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത് നിങ്ങൾ ഒരുപാട് റീൽസിൽ കണ്ടിട്ടുണ്ടാവും. വിദേശികളുടെ അവിടുത്തെ മൃഗങ്ങളോടുള്ള സ്നേഹവും. എന്തുകൊണ്ട് നിങ്ങൾ അത് കോപ്പി ചെയ്യുന്നില്ല? ബാക്കി അവരുടെ ബർമുടയും അവരുടെ ടീഷർട്ടും അവരുടെ സർവ്വ ഡ്രസ്സും സർവ്വ ഭക്ഷണവും നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നില്ലേ? നിങ്ങൾ കുറ്റം പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ നല്ല മാതൃകകൾ നിങ്ങൾ സ്വീകരിക്കുന്നില്ല, അനുകരിക്കുന്നില്ല? അതും കൂടെ ദയവ് ചെയ്തൊന്ന് അനുകരിച്ച് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളെ മനുഷ്യപ്പറ്റുള്ളവരായിട്ട് വളർത്തണമെങ്കിൽ വീട്ടിൽ കുട്ടികളെ മൃഗങ്ങളോട് കാണിക്കേണ്ട ദയയും കരുണയും കാണിച്ച് വളരാൻ അവരെ പഠിപ്പിക്കൂ. അവർക്കൊരു പെറ്റിനെ വാങ്ങിക്കൊടുത്ത് വളർത്തൂ.
സർക്കാർ ആശുപത്രികളിൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ OP ടിക്കറ്റിന് 25 രൂപ വാങ്ങുന്ന ആശുപത്രിയുണ്ട്, 5 രൂപ വാങ്ങുന്ന ആശുപത്രിയുണ്ട്, 10 രൂപ വാങ്ങുന്ന ആശുപത്രിയുണ്ട്, 15 രൂപ വാങ്ങുന്ന ആശുപത്രിയുണ്ട്, 40 രൂപ വാങ്ങുന്ന ആശുപത്രിയുണ്ട്. ഒരു വർഷം മുമ്പേ ഞാൻ തിരുവനന്തപുരം മൃഗാശുപത്രി, പേട്ട മൃഗാശുപത്രി 40 രൂപ കൊടുത്താണ് OP ടിക്കറ്റ് എടുത്തത്. ഒരു സാധാരണക്കാരന് 40 രൂപ OP ടിക്കറ്റ് കൊടുത്ത് പട്ടിയെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല. മരുന്നുകൾ സകലതും വാങ്ങിച്ചു കൊടുക്കണം. സർക്കാർ ആശുപത്രി എന്ന് പേര്, ഒരു മരുന്നോ ഒരു സേവനമോ ഫ്രീ അല്ല. ഇഞ്ചക്ഷൻ വെക്കാനുള്ള സൂചി, സിറിഞ്ച് മുതൽ സകലതും അവരെഴുത്തരും. അവിടെ 2-3 സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകൾ വളർന്നു വരുന്നുണ്ട്. ഇവിടെ ഇവർക്കാണ് ജനങ്ങളുടെ പണം മൊത്തം പോകുന്നത്. എന്തുകൊണ്ട് ഈ പണം സർക്കാരിൻ്റെ ഖജനാവിൽ വന്നുകൂടാ? സർക്കാർ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഇട്ടിരുന്നു മൃഗാശുപത്രിക്കകത്ത്. അത് അധികം താമസിയാതെ അത് പൂട്ടി. അവിടെ ഒരു മരുന്നുമില്ല. എന്തുകൊണ്ട് സർക്കാർ മെഡിക്കൽ ഷോപ്പുകളിൽ വില കുറച്ച് ജനങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നില്ല? 40 രൂപ OP ടിക്കറ്റും തരണം, എന്നിട്ട് സകല മരുന്നും വെളിയിൽ നിന്ന് വാങ്ങിത്തരണം. പിന്നെ എന്ത് സർക്കാർ ആശുപത്രിയാണ്? പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയിക്കൂടെ? അപ്പോൾ നിങ്ങളുടെ ഈ കൊള്ളയാണ്. ജനങ്ങൾക്ക് പ്രൈവറ്റ് ആശുപത്രി ഒരു പട്ടിയെ പൂച്ചയെ കൊണ്ടുപോയാൽ മിനിമം 600 രൂപയാവും ഒരു ചെറിയ ചികിത്സയ്ക്ക് പോലും. അപ്പോൾ അത് കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് പട്ടിക്കും പൂച്ചയ്ക്കും രോഗം വരുമ്പോൾ വീട്ടുകാർ അതിനെ തെരുവിലേക്ക് ഉപേക്ഷിക്കുന്നത്. അപ്പോൾ സർക്കാരും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സർക്കാരും ഈ കൊള്ളയടി നിർത്തുക. അതായത് പ്രൈവറ്റ് ആളുടെ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് സർക്കാർ മൃഗങ്ങളുടെ ഫണ്ട് ഉപയോഗിക്കാതെ പ്രൈവറ്റുകാർക്ക് കാശുണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന കൈക്കൂലി, മൃഗസ്നേഹികളായ ഞങ്ങളല്ല വാക്സിൻ മാഫിയയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരായ നിങ്ങളാണ് പട്ടിയുടെ ഫണ്ട് വിഴുങ്ങിയിട്ട് പ്രൈവറ്റുകാർക്ക് വളം വെച്ച് കൊടുക്കുന്നത്. പേട്ട മൃഗാശുപത്രിക്കകത്തുണ്ടായിരുന്ന മെഡിക്കൽ ഷോപ്പ് എവിടെ പോയി? അവിടെ നിന്ന് മരുന്നുകൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഞാൻ അവിടെ നിന്ന് ഒരു 2 സർജറി ചെയ്തിട്ടുണ്ട് പേട്ട മൃഗാശുപത്രിയിൽ നിന്ന്. എനിക്കൊരു സർജറിക്കായത് 3500. ഞാനൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ എനിക്ക് പരമാവധി 3000 രൂപയാവുള്ളൂ. എന്തുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ ഇങ്ങനെ സംഭവിച്ചു? എന്നിട്ട് പിഴവും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൃഗാശുപത്രിയിൽ ഒരുപാട് അഴിമതികളുണ്ട്. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ എന്തുകൊണ്ട് സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ പോലും അറിഞ്ഞൂടാത്ത മൃഗഡോക്ടർമാരുണ്ട് സർക്കാർ ആശുപത്രികളിൽ. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. സർക്കാർ ചുമ്മാ അങ്ങ് ഓരോ നിയമങ്ങൾ പടച്ചു വിട്ടാൽ പോരാ, അതിന് പ്രായോഗികമായ രീതിയിലുള്ള കാര്യങ്ങളും കൂടെ ചെയ്തിട്ട് വേണം നിയമങ്ങൾ പടച്ചു വിടാൻ. അല്ല വെറുതെ ഇരുന്ന് പട്ടിസ്നേഹികളെ ചീത്ത വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. സർക്കാരായാലും ശരി, മൃഗവിരോധികളായാലും ശരി. ശരിയല്ലേ? ഓക്കെ.